അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഹിദായത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരല്പം സംസാരിക്കുന്നതിനാണ് ഞാൻ വന്നിട്ടുള്ളത്. നാം നിത്യവും സൂറത്തുൽ ഫാത്തിഹയിലൂടെ അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്നവരാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന്. അള്ളാഹുവാണ് എല്ലാ സൃഷ്ടികൾക്കും ഹിദായത്ത് നൽകുന്നത്. 4 വിധത്തിൽ അള്ളാഹു തൻ്റെ സൃഷ്ടികൾക്ക് ഹിദായത്ത് നൽകുന്നുണ്ട്. ഒന്നാമതായി, എല്ലാ ജീവികൾക്കും ഇവിടെ ജീവിക്കുന്നതിനും നിലനിൽപ്പിനും അവയുടെ ജീവിത ഉദ്ദേശം സഫലമാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും നൽകിക്കൊണ്ട് മാർഗദർശനം നൽകുന്നു. ഇന്നത്തെ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ് അള്ളാഹു തൻ്റെ സൃഷ്ടികളെ ഈ ഭൂമുഖത്തേക്ക് അയച്ചിട്ടുള്ളത്. സൂറത്തുൽ ആല 2-3 വചനങ്ങളിലൂടെ പറയുന്നു, അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. സൃഷ്ടിക്കുകയും ശരിപ്പെടുത്തുകയും ചെയ്തവൻ, അതുപോലെ ഒരു വ്യവസ്ഥ നിർണയിച്ചുകൊണ്ട് മാർഗദർശനം നൽകുകയും ചെയ്തു എന്ന്. രണ്ടാമതായിക്കൊണ്ട് അറിവും വിജ്ഞാനവും നൽകിക്കൊണ്ട് ചിലർക്ക് ഹിദായത്ത് നൽകുന്നു. മറ്റു ചിലർക്ക് മേൽക്കുമേൽ ഹിദായത്ത് നൽകിക്കൊണ്ട് അവരുടെ മനസ്സുകളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനും സത്യവിശ്വാസം സ്വീകരിക്കുന്നതിനും കൂടുതൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിനുമുള്ള താല്പര്യം ജനിപ്പിച്ചുകൊണ്ട് കൂടുതൽ സൂക്ഷ്മതയുള്ളവരും തഖ്വയുള്ളവരുമായി മാറ്റിക്കൊണ്ട് അവർക്ക് ഹിദായത്ത് നൽകുന്നു. നാലാമതായിക്കൊണ്ട് സൂറത്തുൽ ഖസസ് 56-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം തജ്രി തഹ്തിഹിമുൽ അൻഹാറു ഫീ ജന്നാത്തിൻ നഈം. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ അള്ളാഹു അവരെ വിശ്വാസത്താൽ അള്ളാഹു സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നു എന്ന്. അള്ളാഹു മാത്രമാണ് ഹിദായത്ത് നൽകുന്നവൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല ആളുകളും ഇസ്ലാമിലേക്ക് വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് നബിവചനങ്ങളിൽ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂത്വാലിബിൻ്റെ മരണസമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വികാരാവേശനായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ നിർബന്ധിച്ചു. പക്ഷേ ഖുറൈശികളുടെ പരിഹാസം ഭയന്നുകൊണ്ട് അദ്ദേഹം അത് ചൊല്ലാൻ സമ്മതിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിനക്ക് താല്പര്യമുള്ളവരെ, നീ ഇഷ്ടപ്പെടുന്നവരെ നേർമാർഗത്തിലാക്കാൻ നിനക്ക് സാധ്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അള്ളാഹു നേർമാർഗത്തിലാക്കുക. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, അള്ളാഹു നേർമാർഗത്തിലാക്കിയവരെ അള്ളാഹു അറിയുന്നതാണ് എന്ന്. അള്ളാഹു നേർമാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.